Good evening. Good evening, Masla. Good evening, teacher. Good evening. ഈ സമയത്ത് ക്ലാസ് ആകുമ്പോൾ കുറെ പേരുണ്ടാവും വിചാരിച്ചു. ഓക്കെ വി ക്യാൻ സ്റ്റാർട്ട്. ആരെങ്കിലും പ്രെയർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? ഞാൻ ചെയ്യാം. ആലം ദയാലുവായി ദാശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനെ, നിയതമാരാധിപ്പൂ ഞങ്ങളെ അങ്ങയെ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ മാർഗത്തിൽ നിന്റെ അനുഗ്രഹപാത്രമായോ തന്മാർഗത്തിൽ കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല, സന്മാർഗദുഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഓക്കെ, ഫാത്തിമ നന്നായി പാടി. പക്ഷെ ഇടയ്ക്ക് എന്തോ ഡിസ്റ്റർബൻസ് വന്നു. എനിക്ക് മാത്രമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മോള് ഇവിടെ നിന്ന് തൂണിട്ടതാ. അല്ല, ആ ഡിസ്റ്റർബൻസ് അല്ല, എനിക്ക് തോന്നുന്നു വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആവുന്ന പോലെ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രെയർ ആയിരുന്നു. Okay, so what's next? Like signing for the day. Quotes of the day. Anonymous. Our care of the child should be governed not by the desire to make him learn things, but by the endeavor always to keep burning within him that light which is called intelligence. Maria Montessori. ഷൈനിങ് ഞാൻ പറയാം മാം. റോഷ്ന. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ആണ്. ഇന്ന് ജൂലൈ 18 നെൽസൺ മണ്ടേല ദിനം. നെൽസൺ മണ്ടേല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ദക്ഷിണാഫ്രിക്കയിലെ പ്രസിഡന്റാണ്. ഒരു സ്പീച്ച് പറയാവേ. ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് ആയിരുന്നു നെൽസൺ മണ്ടേല. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ആഘോഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് നെൽസൺ മണ്ടേല ദിനം. ഇതൊരു ഒഴിവു ദിനം അല്ല, മറിച്ച് മണ്ടേലയോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ ചിന്തകളും മൂല്യങ്ങളും ഉയർത്തി പിടിക്കാൻ ആയി ആഘോഷിക്കുന്ന ദിനമാണിത്. സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം സർക്കാരിന്റെ കാലത്ത് മണ്ടേലെ തീവ്രവാദി എന്ന് ആരോപിച്ചത് കുപ്രസിദ്ധമായ റൂബൽ ജയിലിൽ അടച്ചത് നെൽസൺ മണ്ടേലയുടെ വിപ്ലവ പോരാട്ടത്തെ അവർ ഭീകര പ്രവർത്തനമായി കണ്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 27 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നു. കഠിനമായ യാതനകളും ക്രൂരമായ പീഡനങ്ങളും ദീർഘകാല തടവ ജീവിതവും അനുഭവിച്ചാണ് തന്റെ ജനത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാക്കിയത്. പിൻകാലം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ തന്റെ ഭരണ പദവി പ്രശസ്തൻ ആവുകയും ചെയ്തു. അധികാരം കൈവന്നപ്പോൾ അദ്ദേഹത്തെ പീഡിപ്പിച്ച കറുത്ത വർഗക്കാരോട് വിദ്വേഷമോ വൈരാഗ്യമോ പ്രതികാര മനോഭാവമോ പുലർത്താതെ സമത്വ സേവനം സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നെൽസൺ മണ്ടേല ഒരു ഇതിഹാസ പുരുഷനായി. 2013 ഡിസംബർ 5 ജോഹന്നാസ് ബാർഗിൽ അദ്ദേഹം അന്തരിച്ചു. നോബൽ സമ്മാനം അടക്കം 100 പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഭാരതരത്ന പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനല്ലാത്ത അപൂർവ വ്യക്തികൾ ഒരാളായിരുന്നു അദ്ദേഹം.
എന്റെ ജീവിതങ്ങളെ നോക്കിയല്ല എന്നെയോ എന്റെ പല വീഴ്ചകളെ അവയിൽ നിന്ന് ഞാൻ എപ്രകാരം എഴുന്നേറ്റ് ജീവിതത്തിൽ മുന്നേറി എന്നതിനെ നോക്കി എന്നെ വിലയിരുത്തുക. നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകൾ മാനദണ്ഡമാക്കിയാൽ തന്നെ മണ്ടേല എന്ന മഹാത്മാവിനെ ഏറെ വിലയിരുത്താൻ ആകും. തന്റെ വീഴ്ചകൾ നൽകിയ അനുഭവ പാഠങ്ങളെ ചവിട്ടുപടിയാക്കി മാറ്റിയാണ് മണ്ടേല മുന്നേറിയത്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗത്തിന് സ്വാതന്ത്ര്യത്തിൻ്റെതായ സ്വപ്നങ്ങൾ പകർന്ന് വിവേചനത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കാൻ അവർക്ക് ഊർജം നൽകി അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകൾ ആവേശം കൊള്ളാത്തവർ കുറവായിരുന്നു. ദക്ഷിണാഫ്രിക്കക്കാർക്ക് പൗരത്വം എന്ന ആശയം ഉന്നയിച്ച് മണ്ടേല നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം 27 വർഷത്തെ തടവറ വാസമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചന സർക്കാരിന്റെ കാലത്താണ് മണ്ടേല തീവ്രവാദി എന്ന് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. താങ്ക് യു മാം. താങ്ക് യു. Okay, once again, very good evening. And thank you so much. എനിക്ക് പകലെടുക്കാൻ ഒരു ഇൻകൺവീനിയൻസ് വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ക്ലാസ് ഞാൻ ഈവനിങ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. എനിക്കറിയാം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒത്തിരി പേഴ്സണൽ ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ അതുകൊണ്ടായിരിക്കും കുറച്ച് പേര് അറ്റൻഡ് ചെയ്യാത്തതെന്ന് തോന്നുന്നു. എനിക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ട്. പകല് മുഴുവൻ ഞാൻ ഹോസ്പിറ്റലാണ്. അതുകൊണ്ടാണ് ഞാൻ നൈറ്റിലേക്ക്, കാരണം അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ, പകരം വേറെ ടീച്ചർമാരെ ഏൽപ്പിക്കാനും ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തന്നെ എടുക്കുന്നത്. ലാസ്റ്റ് ഒരു വീക്കില് ക്ലാസ് എടുക്കാൻ പെട്ടെന്ന് പറ്റാതെ വന്നു ഈ ഒരു എമർജൻസി കാരണം. ഓക്കെ, ഹസ്ബൻഡിന്റെ അച്ഛൻ ഹോസ്പിറ്റലാണ്. അപ്പൊ അതുകൊണ്ട് പകല് മുഴുവൻ ഞാൻ അവിടെ ആയിരിക്കും, രാത്രി ഹസ്ബൻഡ് ആയിരിക്കും. അങ്ങനെ മാറി മാറി കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ആ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചൊരു റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ? നിങ്ങൾക്ക് അതിന്റെ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് പറ്റിയില്ല ഷെയർ ചെയ്യാൻ. ഐ ഹാവ് ദാറ്റ് ലിങ്ക്സ്. അപ്പോ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സൈക്കോ അനാലിസ്റ്റുകളായ ഫേമസ് സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ട്. അവരെല്ലാം ഈ മറിയ മോണ്ടിസോറി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ട്. അവര് കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജസും, പിന്നെ നമുക്ക് പറയാൻ ജനറലി നമുക്ക് പല കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് എല്ലാ കുട്ടികളിലും അത് അതേ പാറ്റേണിൽ തന്നെ നടന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? നമ്മളിപ്പോ നമ്മളുടെ വീട്ടിലുള്ള കുട്ടികളുടെ ഓരോ വളർച്ചയുടെ പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നല്ല വ്യത്യാസങ്ങൾ അവരിൽ ഉണ്ടായിട്ടുണ്ടാകണം. ഓക്കെ, എന്റെ മോൻ 8 മാസമായപ്പോ നടന്നു. അതിനുശേഷമാണ് അവൻ ഇരുന്നത്. പക്ഷെ സാധാരണ പ്രായമായ ആൾക്കാർ പറയുമല്ലോ, ആദ്യം കമഴ്ന്നു, പിന്നെ എഴയാൻ തുടങ്ങും, മുട്ടിലെഴയും, പിന്നെ അവരങ്ങ് ഇരിക്കും, അതിനുശേഷം പിടിച്ചു നിൽക്കും, എന്നിട്ട് നടക്കും. ഇവൻ അങ്ങ് ഡയറക്ട്ലി നടക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതേ പാറ്റേണിൽ ഇവർ പോകുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സംഹൗ ഇതാണ് അതിന്റെ ഒരു ഫണ്ടമെന്റൽ സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് ഈ സൈക്കോ അനാലിസ്റ്റുകൾ കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെന്റിനെയും കുറിച്ചും അനാലിസിസ് ചെയ്ത് അവരുടെ ഒബ്സർവേഷൻസ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈവൻ ദോ നമുക്കറിയാം, ഒരാൾ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അതിനെ ഫോറായിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്ന കുറെ പേരുണ്ടാവും. അല്ലെങ്കിൽ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്നവർ പലപ്പോഴും പറയും ഇത് അവരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എഴുതിയിട്ടുള്ളതായിരിക്കാം, അല്ലാതെ ഇതങ്ങനെ കറക്റ്റ് ആവണമെന്നില്ല. ആ രീതിയിലുള്ള പല കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. ഇതിലെ ഫേമസ് ആയിട്ടുള്ള സൈക്കോ അനാലിസ്റ്റുകളാണ് ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡ്, പിന്നെ എറിക് എറിക്സൺ, ജീൻ പിയാഗറ്റ്, വിഡോസ്കി, പിന്നെ ആൽബർട്ട് ബണ്ടൂര, ബ്രൂണർ. ഇവരെല്ലാം കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ കുറിച്ച് അവരുടെ കുറെ ഒബ്സർവേഷൻസ് എഴുതിയിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകൾ അന്ന ഫ്രോയിഡും ഇവരും കുറെ കാര്യങ്ങൾ അവരുടെ ഒബ്സർവേഷൻ എഴുതിയിട്ടുണ്ട്. അവർ കൂടുതലും എഴുതിയിരിക്കുന്നത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന വേറൊരു സൈക്കോ അനാലിസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതിനെ പറ്റി ഒരു അവയർനെസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ രീതികൾ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാൻ പറ്റുന്ന ഒരു ഏജ് പീരീഡില് ഇവരിൽ എന്തൊക്കെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തൊക്കെ ഇവരിൽ മാറ്റങ്ങൾ വരാം, ഇവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എങ്ങനെയാകും, ഇവരുടെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിന്റെ രീതികൾ എങ്ങനെയാണ്, ഇവർക്ക് ഫണ്ടമെന്റൽസ് ബേസിക് എല്ലാം എങ്ങനെയാണ്
ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് എന്റെ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ ചില ലിങ്ക് ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചതൊക്കെ എക്സ്പയർ ആയി പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ പേര് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ അത് ഒന്നുകൂടെ ക്ലാസ് റൂമിൽ ഇടാനായിട്ട് ചെയ്തു വെക്കാം. ഓക്കെ, സിലബസ് പോർഷൻ എനിക്ക് അറിയേണ്ടത് പാർട്ട് 2 നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇതിന്റെ റിവ്യൂ ഞാൻ പറയും, ഒരു ബ്രീഫിംഗ് ഉണ്ടാകും, ഡെവലപ്മെന്റ് സ്റ്റേജസ് അതല്ല ഇപ്പൊ വേണ്ടത്. പാർട്ട് 2 ഏത് പോർഷനാണ് നിൽക്കുന്നത്, ഏത് ടീച്ചേഴ്സ് എടുത്തായാലും അത് എന്നോടൊന്ന് ഷെയർ ചെയ്യാമോ? യെസ് പ്ലീസ്. ഞാൻ എടുക്കുന്നതല്ല, ടീച്ചേഴ്സ് പാർട്ട് 2 ഏതെല്ലാം എടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെല്ലാം ഇനി എടുക്കാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. എന്തോ നിങ്ങൾക്ക് പാർട്ട് 2 2 സബ്ജക്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ, പിന്നെ സൈക്കോളജി അത് യൂണിറ്റ് 6 തുടങ്ങിയിട്ട് യൂണിറ്റ് 10 വരെ. ഇതിൽ ഏതൊക്കെ യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി എന്നറിയാനായിരുന്നു. സൈക്കോളജി പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും കൂടെ എടുക്കാനുണ്ട്, ബാക്കിയെല്ലാം എടുത്തു. ബാക്കിയെല്ലാം എടുത്തു. എഡ്യൂക്കേഷൻ സൈക്കോളജിയും സൈക്കോളജി എടുക്കാനുണ്ട്. ആ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ ആരാ എടുത്തത്? ലീക്ക് ഒന്നാമത്തെ, 1, 2, 3, 4, 5 ആ 3 യൂണിറ്റ്സും ആരായിരുന്നു? ഓർമ്മയില്ലേ ആരാ 3 യൂണിറ്റ്സ് എടുത്തത്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അപർണ ടീച്ചറാ തോന്നുന്നു. ഞാനിതിന്റെ ഒരു ബ്രീഫിംഗ് ചെയ്യാം, കാരണം നിങ്ങൾക്ക് സൈക്കോളജി പാർട്ടും ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ് നല്ലപോലെ മനസ്സിലാക്കിയതിനു ശേഷം സൈക്കോളജി പാർട്ടിലേക്ക് വരണം. നിങ്ങൾക്ക് PF എടുത്തോ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തോ? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നൊരു ടോപ്പിക് എടുത്തോ? നമ്മളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്, അത് എടുത്തിരുന്നോ? ഇല്ല മാം. ഓക്കെ ഫൈൻ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഞാനല്ലേ എടുത്തേ? പാർട്ട് 1 അതിനോട് കൂടെ ചേർന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, പഠിക്കേണ്ടതല്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ഞാൻ ആദ്യം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തതിന് ശേഷം ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പലരുടെയും ഒബ്സർവേഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ക്ലാസ് കൊണ്ട് തീരില്ല, 2 ക്ലാസ് വേണ്ടി വരും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് ഓൾറെഡി കണ്ടു. അത് കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെയാണ് ആ ടോപ്പിക്കിൽ കിടക്കുന്നത് അല്ലെ. അതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്, CPR കൊടുക്കണവരെയും ഇപ്പൊ സ്കൂളുകളിലൊക്കെ ട്രെയിനിങ് കൊടുത്തു തുടങ്ങി അല്ലെ. പിന്നെ പെട്ടെന്ന് ബ്രീത്ത് നിന്ന് പോകുമ്പോ എങ്ങനെ ആ ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പണ്ടൊക്കെ സ്നേക്ക് ബൈറ്റ് വരുമ്പോ മുകളിലും താഴെയും ഭയങ്കര ടൈറ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യില്ല, എത്രയും പെട്ടെന്ന് അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അടുത്ത് ഹോസ്പിറ്റലുകളുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ദൂരെയൊക്കെ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോഴൊക്കെ ആയിരുന്നു അതൊക്കെ ഭയങ്കര പ്രശ്നം. സ്നേക്കിനെ ഐഡന്റിഫൈ ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും അതൊക്കെ വരും. അപ്പൊ അത് നമുക്കറിയാം, നമ്മുടെ ദേഹത്ത് ഒരു പ്രശ്നം, ഒരു ഇഞ്ചുറി, ഒരു വൂണ്ട് അല്ലെങ്കിൽ ഒരു ബേണിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നുള്ളതായിരുന്നു നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചത്. എഗെയിൻ നിങ്ങൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ വന്നപ്പോൾ നമ്മളുടെ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി അല്ലെ. അപ്പൊ ശരീരത്തിലുണ്ടാവുന്ന ഒരു മുറിവ് എല്ലാവരും വേഗം തന്നെ മെഡിക്കേഷൻ ഒക്കെ ചെയ്ത് അത് ഉണങ്ങി കഴിയുമ്പോൾ അതൊരു സ്കാറായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷന്, നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നത്. യെസ്, ബ്യൂട്ടി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ബ്യൂട്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലുക്സ്, അല്ലാണ്ട് ഭയങ്കര മേക്കപ്പ് ചെയ്ത് നടക്കുക എന്നുള്ളതല്ല. നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പോണന്റ് ആയിട്ട് പറഞ്ഞു കോസ്മെറ്റിക് ഫിറ്റ്നസ് അല്ലെ. അതെന്ന് പറഞ്ഞത് CF കോസ്മെറ്റിക് ഫിറ്റ്നസ്, നമ്മുടെ ഔട്ടർ അപ്പിയറൻസ്, നമ്മൾ കുളിച്ച് നീറ്റായിട്ട് ക്ലെൻലിനെസ്, നല്ല ഹൈജീൻ ആയിട്ട് ദിവസവും നമ്മളുടെ ആ ഒരു നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അതുമായി റിലേറ്റഡ് തന്നെയാണ്. പിന്നെ നമ്മളുടെ പ്രായത്തിന് നമുക്ക് ചേരുന്ന രീതിയിലുള്ള
ആക്സസറീസ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ എപ്പോഴും ഒരു പ്ലസന്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് CF കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബ്യൂട്ടി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വളരെ ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി. നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്കാർ വരുമ്പോ, ഒരു വൂണ്ട് വന്നു ഉണങ്ങിക്കഴിഞ്ഞപ്പോ അതൊരു പാടായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ പൊള്ളി ഉണങ്ങിക്കഴിഞ്ഞപ്പോ അതൊരു പാടായിട്ട് കിടക്കുന്നു, അത്രയും പെട്ടെന്ന് ആ പാട് മാറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു കൺസേൺ ആണല്ലേ. നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ പ്രോഡക്ട്സ് കിട്ടാമോ അതൊക്കെ വെച്ച് നോക്കി എല്ലാം ക്ഷമയോടെ അത് അപ്ലൈ ചെയ്ത് നമ്മൾ ആ സ്കാർ മാറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പൊള്ളലിനെ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ കെയർ എടുക്കുന്നു. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വൂണ്ട്, ഒരു മുറിവിനെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും? നമ്മുടെ മനസ്സിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ മനസ്സിൽ വൂണ്ട് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റണം. അത് നമുക്ക് പറ്റണം. നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളായി നമ്മൾ മാറണം, അല്ലെ? അപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊവൈഡറായി നമ്മൾ മാറണം. ഫസ്റ്റ് എയ്ഡ് നമുക്കറിയാം, ഇങ്ങനെ ഓയിൽമെന്റ് അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും മുറിവൊക്കെ ക്ലീൻ ആക്കി നമ്മൾ അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ ഫൈൻ. ബട്ട് മനസ്സിനേറ്റ മുറിവിനെ ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അത് നമ്മള് കണക്ട് ചെയ്യണം. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണല്ലേ. അപ്പൊ നമ്മൾ കുറെ ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. നമ്മുടെ വീട്ടിലും ഉണ്ടാകും മെമ്പേഴ്സ്, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും, നെയ്ബർഹുഡിൽ ഉണ്ടാകും, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ദൂരെ ആയിരിക്കാം, അടുത്തുള്ളവരുണ്ടായിരിക്കാം. നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സർക്കിൾ ഉണ്ടായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഡിവിജ്വൽ എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു ഗ്രൂപ്പ്, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. എവ്രി ഡേ എല്ലാ മൊമെന്റും എല്ലാരും ഹാപ്പി ആയിട്ടല്ല ഇരിക്കുന്നത്, അല്ലെ? ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്. ആ അപ്പ് ആൻഡ് ഡൗൺസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത്. അത് നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ പറഞ്ഞു. അപ്പോ ഈ മെന്റൽ ഹെൽത്ത് നമ്മളുടെ ഓക്കെ ആണെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ, നമ്മുടെ പ്രോബ്ലംസിനെ നമ്മൾ മാനേജ് ചെയ്ത് ലൈഫ് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി പ്രൊവൈഡ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ടു അതേഴ്സ് ഹു നീഡ് ദാറ്റ്. അത് ആവശ്യമുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതിന് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ടോപ്പിക് അല്ല, പക്ഷെ ഇതും കൂടെ ചെയ്താലാണ് നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ളത് കംപ്ലീറ്റ് ആവുള്ളൂ. ഹൗ വി ക്യാൻ അറ്റൈൻ mental health, how we can maintain our mental health, how we can maintain others mental health, and how we can support. ഇത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും കൂടെ വരുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്. മെന്റൽ ഹെൽത്ത് ലിറ്ററസി ആണ് നമുക്ക് വേണ്ടത്. മാനസിക ആരോഗ്യ സാക്ഷരത. കേരളം 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനം കൊണ്ടിരുന്നു. പക്ഷെ മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? കാരണം ഈ ഒരു വർഷം 2025 സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഒരു മകനെ കൊല്ലുന്നു, അങ്ങനെ ഫുൾ അയൽപക്കത്തുള്ള ഒരാള് വന്ന് ആ വീട്ടിലുള്ള എല്ലാവരും വെട്ടിക്കൊല്ലുന്നു. ലൈക്ക് ദാറ്റ്. ആ ടൈപ്പ് ഓഫ് കൊച്ചുകുട്ടിയെ പോലും വെറുതെ വിട്ടില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് ആണ് നമ്മൾ കേട്ടത്. ആ ഒരു 2 മാസത്തിനുള്ളിൽ എത്ര ക്രൈംസ്, വയലൻസ് ആണ് നടന്നത്. സോ മെന്റൽ ഹെൽത്ത് ലിറ്ററസിയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇനി ഈ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡർ ആകാൻ നമ്മൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾക്കൊരു കമ്പാഷൻ, അഫെക്ഷൻ, ലവ്, കെയറിങ് എല്ലാം വേണ്ടി വരും. കൺസേൺ, ഒരു കരുതൽ, അല്ലെ? ഒരു ആളുകളോടൊരു കരുതൽ വേണം. എമ്പതി, അവരുടെ പ്രശ്നങ്ങള് മനസ്സിലായി അതിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അത് ആ ഒരു പെയിൻ മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, അതെല്ലാം വേണം. ഓക്കെ. അപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് 7 തീംസ്. എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ 7 സ്റ്റെപ്സിലൂടെയാണ് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആവശ്യമുള്ള ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും? അവർ അത്രയും മാനസികമായി തകർന്ന ആളുകളായിരിക്കും. പല പ്രശ്നങ്ങൾ കൊണ്ട് ആളുകൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുക, അല്ലെ? ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഫാമിലിയിൽ ആരെങ്കിലും മരിച്ചു പോകുന്നു, താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലേ?
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ICUയുടെ മുന്നിലാണ് രാവിലെ തുടങ്ങിയിട്ട് രാത്രി 10-10:30 വരെ ഇരിക്കും കേട്ടോ. അപ്പം ആ സമയത്ത് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ആ ഒരു ICUയിൽ നിന്ന് 6 പേരാണ് ഡെത്തായിട്ട് പുറത്തേക്ക് വന്നത്. നമുക്ക് അവിടെ ഇരിക്കുമ്പം അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ടാകും, മക്കള് അല്ലെങ്കിൽ ഹസ്ബൻഡും കുട്ടികളും അങ്ങനെ 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 പല ഏജിലുള്ളവരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ലൈക്ക് അവരുടെ ആ ഒരു വിഷമവും അങ്ങനെ വിളിക്കുമ്പോ ടെൻഷനും അങ്ങനെ ഇങ്ങനെ കോൾ ചെയ്യും, പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് പറയാനായിട്ടൊക്കെ കോൾ ചെയ്യുന്ന സമയത്തേ. സോ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. നമ്മൾ ആ ഒരു 2 ദിവസം ഇരുന്നപ്പോ തന്നെ ഒരു ICU ഇതാണ് അത്. അങ്ങനെ എത്ര ICU ഉണ്ടാവുമായിരിക്കും. അത് നമുക്കിപ്പോ ഈ PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വേണ്ട ആളുകളെ പറയുമ്പോൾ ഇതുപോലെ ആരെങ്കിലും നഷ്ടപ്പെടും, സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ, ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോ വീട്ടിൽ ഉണ്ടാക്കി വെച്ചതെല്ലാം നഷ്ടപ്പെട്ടു, ചിലപ്പോ എല്ലാരും നഷ്ടപ്പെട്ടു, ആളൊറ്റയ്ക്കായി പോകും. അങ്ങനത്തെ കേസസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇങ്ങനെ എല്ലാരും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരാം. പിന്നെ ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ്, അങ്ങനെ അസുഖം വന്നിട്ട് അങ്ങനെ ലൈഫിന് തന്നെ അപകടമാകുന്ന രീതിയിൽ അസുഖം വരുന്നവര്, അവരും വല്ലാതെ ഡൗൺ ആയിട്ട് പോകും. പിന്നെ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നവര്, അവരും ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കുട്ടികളും അഡോളസൻസും, കൊച്ചുകുട്ടികളും കൗമാരക്കാരും, പലപ്പോഴും ഇവർക്ക് കെയർ ഗിവേഴ്സ്, അവരുടെ പാരന്റ്സിന് നഷ്ടപ്പെടാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിൽ വഴക്കായി ബ്രോക്കൺ ഫാമിലീസിലുള്ള അങ്ങനെയുള്ള കുട്ടികൾ, അവരും വല്ലാത്തൊരു ട്രോമയിലായിരിക്കും. പിന്നെ ഏതെങ്കിലും രീതിയിൽ അബ്യൂസ് നേരിടുന്ന കുട്ടികൾ, ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കാണ്, ഞാൻ കുറച്ച് ലിസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെയുള്ളവർക്കാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊരു പ്രൊഫഷൻ അല്ല, നമ്മൾ പേയ്മെന്റ് കൊടുത്ത് അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്യല്ല. നമ്മളൊരു സപ്പോർട്ട്, ഒരു സർവീസ്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യാൻ. നമുക്കറിയാം നമ്മളുടെ ചില സുഹൃത്തുക്കള് നമ്മുടെ ശബ്ദം കേട്ടാൽ മതി, എന്താ നിനക്കൊന്ന് പറ്റിയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയും. അങ്ങനെ പറയുന്ന ചില സുഹൃത്തുക്കള് നമുക്ക് എല്ലാവർക്കും ഒരാളെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നമ്മുടെ ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മളുടെ സിബ്ലിങ്സ്, ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴേ തന്നെ അത് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോ എന്താന്ന് മുഖം വല്ലാതിരിക്കുന്നേ, ആ ഒരു ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ. ഞാൻ ക്ലാസ്സിൽ വരുമ്പോ ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും, മിസ്സിന് എന്ത് പറ്റി, ഭയങ്കര ടയർഡായിരുന്നു. അതൊരു ഓൺലൈൻ വീഡിയോയിലൂടെ അങ്ങനെ മനസ്സിലാക്കുന്ന അങ്ങനെയും നിങ്ങൾ മിക്കവരും ഉണ്ടായിരിക്കും. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ഉള്ളിൽ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്ന ഒരാളോടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അയാൾക്ക് അത് പുറത്തേക്ക് പറയാൻ പറ്റിയൊരു ബ്രിഡ്ജ് ആയി കഴിഞ്ഞു. അപ്പം ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴേക്കും തന്നെ അവർ കുറെ അങ്ങ് റിലാക്സ്ഡ് ആവും. ഇങ്ങനെയുള്ള കേസസ് വരുന്നവരൊക്കെയാണ് നമുക്ക് PFA പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി PFA പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രൊഫഷൻ ഒന്നുമല്ല, നമ്മളൊരു സർവീസ് പോലെയാണ് PFA പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ PFA എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. PFA പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പ്രാക്ടിക്കൽ ആയിട്ട് വേണം നമ്മൾ ഈ കെയറും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ നല്ല വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നിന്നിട്ട് കരഞ്ഞു വിളിച്ച്, നമ്മളും കൂടെ കരഞ്ഞു വിളിച്ച് അവസാനം അയാൾ നമ്മളെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പോകരുത്. അതുപോലെ പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ടാണ് PFA സമയത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആക്ച്വലി ഞാൻ 7 o'clock ക്ലാസ് വെച്ചതെന്ന് വെച്ചാല് വേറൊരു ഇന്ന് എനിക്ക് 2 ക്ലാസ് ഉള്ളതായിരുന്നു. അപ്പൊ അവർക്ക് 8:30 വെക്കാം എന്ന് വിചാരിച്ചാണ് 7 to 8 നിങ്ങൾക്ക് വെച്ചിട്ട് അവർക്ക് 8:30 എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്കുള്ള മെസ്സേജ് ഓൾറെഡി പോയി. പക്ഷെ അവരുടെ ക്ലാസ് വേറൊരു ടീച്ചർ പകല് തന്നെ എടുത്തു. അത് കൺഫേം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ലേറ്റ് ആയിട്ട് 7:30 അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതിയായിരുന്നു. പലരും ഇപ്പൊ ജോയിൻ ആവുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി നിങ്ങൾക്ക് 7 o'clock പറ്റാതെ വന്ന ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, സോ 9:30 ശേഷം ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചിലപ്പോൾ ഉറങ്ങുന്ന ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോകില്ലേ. അതുകൊണ്ടാണ് 7 അങ്ങനെ. ആക്ച്വലി ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയേ ഉണ്ടായിരുന്നുള്ളൂ, ഓടി കയറുമായിരുന്നു ക്ലാസ്സിൽ. നമുക്ക് PFA എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു നോക്കാം. 7 teams ആണ് PFA. ഇത് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് തീം. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. അല്ലാതെ ചുമ്മാ അവരുടെ കൂടെ ഇരുന്ന് നമ്മളും കരഞ്ഞ് വിളിക്കുകയല്ല, അവർക്ക് ചുമ്മാ കുറെ കാശ് കൊടുക്കുക അല്ല, അതല്ല ചെയ്യേണ്ടത്. പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. ഇനി സെക്കൻഡ് വൺ, അവരുടെ നീഡ്സും
കൺസേൺസും അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. അവർക്ക് എന്താണ് ഇനി വേണ്ടത്, അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ കൺസേൺ എന്താണെന്നുള്ളത് അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. അതാണ് സെക്കൻഡ് തീം. ഇനി ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. ഏതൊരു വ്യക്തിക്കും ബേസിക് നീഡ്സ് ആവശ്യമാണ്. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് നീഡ്സിൽ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന ബേസിക് നീഡ്സ് കിട്ടാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഇൻഫർമേഷൻ. ഇപ്പൊ ഒരു നാച്ചുറൽ കലാമിറ്റി നടന്നു, വീട്ടില് ഫ്ലഡ് ആയിരുന്നു, വീട് മുഴുവൻ ഒഴുകിപ്പോയി. പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്, സർട്ടിഫിക്കറ്റ്സ് മുഴുവൻ പോയി. അതെങ്ങനെ തിരിച്ചെടുക്കും, പുതിയ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യും, അങ്ങനെ രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ആധാരം പോയി. അപ്പൊ ആ ഒരു അതോറിറ്റീസുമായിട്ട്, കൺസേൺഡ് ഗവൺമെന്റ് അതോറിറ്റീസുമായിട്ട് കണക്ട് ചെയ്ത് ഡോക്യുമെന്റ്സ് ഒക്കെ എങ്ങനെ തിരിച്ചെടുക്കാം, അതാണ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാന്നും കൂടെ പറയുന്നത്. ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇൻഫർമേഷൻ, ഇതെല്ലാം അതിൽ പെടും. മൂന്നാമത്തെ തീമായിരുന്നു ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. ഇനി നാലാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാൻ. ലെറ്റ് ദം, ഒരു സമയം എടുത്തോട്ടെ. അവർക്ക് ചിലപ്പോ കുറെ നേരം അവർ സൈലന്റ് ആയിട്ടിരിക്കും, ചിലപ്പോ അവര് പൊട്ടിക്കരയും, ചിലപ്പോ അവര് സ്ക്രീം ചെയ്യും, അലറും, അങ്ങനെ നടക്കാം അല്ലെ. അത് പല നമ്മൾ പറഞ്ഞു, അബ്യൂസ് ഒക്കെ നേരിട്ട കുട്ടികള് ചിലപ്പോ അവര് ഭയങ്കര കൊയ്റ്റായിരിക്കും, മിണ്ടാതിരിക്കും. ചില കുട്ടികളും കൊണ്ട് ഭയങ്കര വയലന്റ് ആയിരിക്കും, അവര് അലറി വിളിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാം. ചില ആളുകളെ കാണുമ്പോ, അല്ലെങ്കിൽ ആ പഴയ ഓർമ്മ, ഇങ്ങനെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പെട്ടെന്ന് അവരുടെ മെമ്മറിയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പ്രഷറൈസ് ചെയ്യരുത്. ലിസൺ, അവർ സംസാരിക്കുവാണെങ്കിൽ കേൾക്കുക, അത് ഹൃദയം കൊണ്ട് കേൾക്കുക. ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കേട്ട് അങ്ങനെ വിടുവല്ല, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുന്ന പരിപാടിയല്ല. നമ്മള് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആക്റ്റീവ് ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. നെക്സ്റ്റ് അഞ്ചാമത്തെ, ഈ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം കേട്ടോ, PDF ആണ്. കംഫർട്ട് ദം, അവരെ കംഫർട്ട് ചെയ്യിക്കുക. അവർ കംഫർട്ടാണ്, നിങ്ങൾ ഈ ഒരു സോണിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും, നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല, ആ ഒരു രീതിയിൽ അവരെ കംഫർട്ട് ചെയ്യിക്കുക. അവർക്ക് കാം ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. ഹെൽപ്പ് ദം ഫീൽ കാം. കംഫർട്ട് ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം. പിന്നെ കണക്ട് ദം ടു ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ആറാമത്തത്, അവരെ ഇൻഫർമേഷൻസ്, അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ലഭ്യമാകാൻ പോകുന്ന സർവീസസും സോഷ്യൽ സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുക. കുറെ NGOs ഉണ്ടാവും, കുറെ ഏജൻസീസ് ഉണ്ടാവും ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനുള്ളത്, അതെല്ലാമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഫോളോ അപ്പ്. ഏറ്റവും ലാസ്റ്റ്, പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. നമ്മൾ വൺസ് പോയി ചെയ്തു കേട്ടു, നമ്മൾ വീണ്ടും, ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്റെ കാര്യമാണെങ്കിൽ ശരി, ആളുടെ വീട്ടില് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി, പെട്ടെന്നുള്ളൊരു ഡെത്ത് ആയിരുന്നു, ഫ്രണ്ടിന് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ചെല്ലുന്നത് വേറെ ഒന്നുമല്ല, ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാ. ചിലപ്പോ നമ്മളെ കാണുന്നതേ നമ്മുടെ കൈ പിടിച്ച് കരഞ്ഞ് അതങ്ങനെ കുറെ വെന്റിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ കെട്ടിപ്പിടിച്ച് കരയും, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരുവായിരിക്കും. അവര് പറയണതെല്ലാം നമ്മൾ കേൾക്കുക, അവരെ കരയട്ടെ, അവർ കരഞ്ഞോട്ടെ അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുകയല്ലോ, നമ്മൾ വീണ്ടും അവിടെ ചെല്ലും അല്ലെ. നമ്മൾ അവരെങ്ങനെ ഓക്കെ ആയോ, എല്ലാം ഒരുവിധം കാമായോ, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു ഗ്രീഫ്, ആ വന്ന ദുഃഖം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോണിലാണ് ചോദിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ പോകും, അങ്ങനെ പലതവണ നമ്മൾ പോയി അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം, കൂടുതൽ അവർ വേദനയിലേക്ക് പോകാതെ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാം. ഇതാണ് PFAയുടെ 7 തീംസ്. നമ്മൾ PFA ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. സെക്കൻഡ് വൺ, അസസ് ASSESS ആണ്, അനലൈസ് ചെയ്യുക, അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. തേർഡ് വൺ, ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇൻഫർമേഷൻ, ഇതെല്ലാം അതിൽ പെടും. ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. ലിസൺ, അവരെ കേൾക്കുക, ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാനായിട്ട്. അവരെ നെക്സ്റ്റ് വൺ, കംഫർട്ട് ചെയ്യുക. അഞ്ചാമത്തെ, കംഫർട്ട് ദം ആൻഡ് ഫീൽ ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം.
കണക്ട് ദം ടു ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. സർവീസസ്, ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് അതെല്ലാമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഫോളോ അപ്പ്, പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം, പിന്നെയും ഒരു വേദനയിലേക്ക് പോകാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ ഇതാണ് 7 തീംസ് വരുന്നത്. അപ്പൊ ഞാൻ ഈ അയച്ചു തരുന്ന PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന സൈക്കോളജി സ്റ്റുഡൻസിന്റെയാണ്. നമുക്കത് മുഴുവനും നമുക്ക് ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. 28 പേജസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. വെറുതെ 28 പേജസ് പ്രിന്റ് ഔട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു നോട്ട് ഉണ്ടാക്കുക PFA കുറിച്ചിട്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട്. ലോങ് ടേം റിക്കവറി. നമുക്ക് ശരീരത്തിന് മുറിവ് പറ്റിയത് നമുക്കറിയാതെ ഉണങ്ങി അതിന്റെ സ്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമുക്ക് അവിടെ വലിയ പെയിൻ ഒന്നും വരും. പക്ഷെ ഈ മനസ്സിനുണ്ടാകുന്ന വൂണ്ട്, അത് ലോങ് ടേം റിക്കവറിക്ക് ഹെൽപ്ഫുൾ ആകുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഫീലിംഗ് സേഫ്, കാം ആൻഡ് കണക്റ്റഡ് ടു അതേഴ്സ്. അവരെ സേഫ്, കാം ആയിട്ട് ഫീൽ ചെയ്യിക്കുക. പിന്നെ അവരെ മറ്റാളുകളുമായിട്ട് കണക്ട് ചെയ്യുക. അവർക്ക് ഒരു സേഫ് സോണിലേക്ക് വരുന്ന ആളുകളുമായിട്ടെല്ലാം അവരെ കണക്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ വ്യക്തി ഭയങ്കര കേപ്പബിൾ ആയിരുന്നു കാണുമായിരിക്കും, എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യും. പക്ഷെ ഇങ്ങനെ ഒരു ഷോക്ക്, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്ന് ആളങ്ങ് ഡൗൺ ആയതിനു ശേഷം സ്വന്തം കാര്യം പോലും ചെയ്യാതെ ആയിട്ടുണ്ടാകും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അതിന് അവർക്ക് പറ്റും ആ ഒരു രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ആക്സസ് ടു സപ്പോർട്ട്, അവർക്ക് കിട്ടേണ്ട സപ്പോർട്ട് ആയിട്ട് ഇവരെ അത് ആക്സസ് ചെയ്യിക്കുക. എങ്ങനെയുള്ള ആൾക്കാർക്കാണ് PFA കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ചില ആളുകൾ ഒരു വയലന്റ് നേച്ചർ ഉണ്ടാകും, മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ആളുകള്, അവനവനെ തന്നെ സെൽഫ് ഹാം ചെയ്യുന്ന ആളുകള്, ഇവർക്കെല്ലാം PFA ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടില് ഒത്തിരി പ്രായമായ ആൾക്കാരുണ്ടാവൂലേ, ലൈക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻലോസ് ഒക്കെ കാണും. അപ്പൊ ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ആൾക്കാരായിരിക്കും. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു ക്രോണിക് കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. ഡയബറ്റിക്, പ്രഷർ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തൈറോയിഡ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം, ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ട രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ഇവര് ഭയങ്കരമായിട്ട് ചിലപ്പോൾ വീക്കാവും. അപ്പൊ അതുവരെ വളരെ ആക്റ്റീവായി നടന്നവര് അങ്ങോട്ട് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ വീൽ ചെയറിന്റെ ഹെൽപ്പ് വേണ്ടി വരും, ചിലപ്പോൾ ബെഡ് റിഡൻ ആയി പോവാം, ചിലപ്പോൾ അങ്ങനെ ആ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അവര് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവരെ നമ്മുടെ വീടിനകത്തുള്ളവരാ, അവർക്ക് ശരിക്കും നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പ്രായമായ ആളുകൾക്കൊക്കെ ഇതുപോലെ അവരെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിന്റെ സിംറ്റംസ്, ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആവശ്യമുള്ള ആളുകൾ, ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന ആളുകളാണല്ലോ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം വന്നു വിചാരിക്കുക. എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോയി, നമ്മളുടെ ഒരു ഡ്രീം ജോബിലേക്കുള്ള ഒരു വഴിയാണ് എക്സാം എന്ന് വിചാരിച്ചു. അപ്പൊ അതിന് നല്ല പോലെ കുറേ നാളുകൾ എടുത്ത് പ്രിപ്പയർ ചെയ്ത് പോയി. പക്ഷെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തപ്പോ നമ്മൾ പഠിച്ച പോർഷനിൽ നിന്നൊന്നും വരാതിരിക്കുന്നു, ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആയി പോകൂലേ, നമുക്കതൊരു സങ്കടം. നമുക്ക് ഈ സങ്കടം ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല, അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ കടന്ന് ഇങ്ങനെ വിങ്ങുവാണ് വിചാരിക്കുക, സപ്രസ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിരിക്കുക. നമുക്ക് ഒരാളോട് പറയാനോ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ സങ്കടം പറയാൻ ഒരാളില്ലെങ്കിൽ ഇതിങ്ങനെ ആ ഒരു സങ്കടം എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ദുഃഖം, ഒരു ഗ്രീഫായി മാറും. പിന്നെ നമുക്കൊന്നും പഠിക്കാനോ ഒന്നും തോന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല, നമ്മളങ്ങ് ഡൗൺ ആയി. അത് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ ആകും. ഇപ്പോഴും നമ്മൾക്ക് ഇന്റർവെൻഷൻ ഒന്നും നടന്നില്ല, നമ്മൾ ഒരാളോട് പറയാനൊന്നും പറ്റിയില്ല എന്ന് വിചാരിച്ചു, അത് പിന്നെ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകും. എന്ന് വെച്ചാൽ മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും. ആ ഒരു ട്രോമ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വിഷമം വന്ന സമയത്ത് തന്നെ നമുക്ക് ഒരാളോട് ഇത് പറയാനും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഈ പറയുന്ന സാഡ്നെസ് ഗ്രീഫിലേക്ക് പോവില്ല, ഗ്രീഫ് ഡിപ്രഷനിലേക്ക് പോവില്ല, ഡിപ്രഷൻ പിന്നെ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോവില്ലായിരുന്നു.
ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരണം. നമ്മുടെ ആ സൈക്കാട്രിക് ഡിസോർഡർ മാറാനായിട്ട് മെഡിസിൻ കഴിക്കണം. അപ്പൊ ക്ലിനിക്കൽ ഡിപ്രഷൻ അവിടെയും ഇന്റർവെൻഷൻ നടന്നില്ല, ഈ വ്യക്തിയെ ആരും ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിച്ചു. അവിടെയും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ പറ്റുന്ന ചാൻസസ് തോട്ട്സ് ആണ്. അതായത് സൂയിസൈഡൽ തോട്ട്സ്, ജീവിക്കണമെന്നേ ആഗ്രഹമില്ലാണ്ടാവും, ലൈഫ് അങ്ങ് എൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കും. ചുറ്റുപാടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ആരും ഇത് കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരോടും പറയാനും പറ്റിയിട്ടില്ല, ആളെ കേൾക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ തോട്ട്സ് ആയി, സൂയിസൈഡൽ തോട്ട്സ് വരുന്നു. അത് കഴിയുമ്പോഴേക്കും പിന്നെ മീൻസ് ആയി, അതിന്റെ മാർഗങ്ങൾ കണ്ടുപിടിക്കും എങ്ങനെ സൂയിസൈഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഒരു ദിവസം കേൾക്കുന്നത് ഈ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്തു എന്നായിരിക്കും. നമ്മൾ പറയാറില്ലേ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവർ പറയാറില്ലേ, അയ്യോ ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ടതാ, എന്ത് നല്ല ഇതായിട്ട് സംസാരിച്ചു, എന്ത് പറ്റിയെന്നറിയില്ല എന്ന് പറയില്ല. അതാണ് ഇവർക്ക് എന്തോ ഉണ്ടായ ഒരു പ്രശ്നം ഇവർക്ക് ഒരാളോട് ഷെയർ ചെയ്യാനോ പറ്റാതെ ഒരു വന്ന് മനസ്സിലിരുന്നിരുന്ന് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി ലൈഫ് എൻഡ് ചെയ്യണമെന്ന് ഒരു ഇൻസ്റ്റന്റിൽ അങ്ങ് തീരുമാനിച്ച് അങ്ങ് തീർക്കുന്ന കേസസ് ഒത്തിരി ഉണ്ട്. നമ്മളുടെ ചുറ്റുമുള്ളവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ നോൺ വെർബൽ ക്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെന്തോ ഒരു വിഷമത്തിലൂടെ നടക്കുക. സോ നമ്മൾ കേൾക്കാനായിട്ട് നമ്മൾ ചോദിക്കാം, നമുക്ക് കേൾക്കാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ആശ്വാസം കിട്ടും. ഇതാണ് ശരിക്കും ഇങ്ങനെയുള്ള കേസസിൽ വരുന്നത്. നിങ്ങളോട് ഞാൻ 2 ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ടോ സൂയിസൈഡിനെ കുറിച്ച്? 2 യൂറോപ്യൻ കൺട്രീസിൽ നടന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല? മെന്റൽ ഹെൽത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഇല്ല, യെസ് നടന്നൊരു കാര്യമാണ്. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, 9 years. ഈ കുട്ടിയുടെ പാരന്റ്സ് നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയാണ്. കുട്ടിയെ ഏതോ ഒരു റിലേറ്റീവ് ആണ് ടേക്ക് കെയർ ചെയ്യുന്നത്. പക്ഷെ റിലേറ്റീവ് അത്ര കാര്യമായിട്ടൊന്നും കുട്ടിയെ നോക്കുന്നൊന്നുമില്ല. ഭയങ്കര ടഫ് ലൈഫാണ് അവിടെ. ഈ കുട്ടി തൊട്ടടുത്തൊരു ചർച്ചുണ്ട്, ആ ചർച്ചിലെ ഫാദറുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. എന്തുണ്ടെങ്കിലും ഈ കുട്ടി കുഞ്ഞു കാര്യമാണെങ്കിലും അന്ന് ഈ ഫാദറിനോട് എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ ഭയങ്കര ഫാദറാണ് ഈ കുട്ടിക്കെല്ലാം. അതുപോലെ അപ്പൊ ഫാദറും ആ കുട്ടിയോട് ഭയങ്കര അഫക്ഷനും ഒക്കെ സ്നേഹവും ഒക്കെ കാണിച്ചിരുന്നു. ഒരു ദിവസം ഈ കുട്ടി പെൺകുട്ടിയാണ്, ഓടി വരുക ഫാദറിന്റെ അടുത്ത്. അന്ന് സൺഡേ ആയിരുന്നു, ഫാദറിന് ചർച്ചില് സൺഡേ ഹോളി മാസം ഉള്ള കുർബാനയുള്ള ദിവസമാണല്ലോ. അപ്പം ഫാദർ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ആളുകള് ഈ പ്രേയറിന് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മോള് ഇങ്ങനെ വന്നിട്ട് പറയും, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പൊ ഫാദർ വിചാരിക്കും ആസ് യൂഷ്വൽ ഇവളെന്തോ കുട്ടി കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്, മറ്റേ കുർബാന തുടങ്ങാറായല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ട് കേൾക്കാം എന്ന് വിചാരിച്ച് ഫാദർ പറയും, ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചു വരാം, അത് കഴിയുമ്പോൾ നീ സംസാരിക്കൂ. ഫാദർ എന്തോ കാഷ്വലി ഇവള് വിശേഷം പറയാൻ വന്നാന്ന് വിചാരിച്ച് പറയും. പക്ഷെ ഇവള് നിർബന്ധം പിടിക്കും, എനിക്ക് ഇപ്പൊ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞു. ഫാദറിനും ചെറുതായിട്ടൊന്ന് ദേഷ്യം വന്നു. അപ്പോ പറയും, ഇല്ല പറ്റില്ല, ഞാൻ ആളുകൾ എത്തി തുടങ്ങിയ സമയമായി എനിക്ക് കുർബാന കൊടുക്കാനായിട്ട്, അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വരാം, വരുമ്പോ നീ പറഞ്ഞാൽ മതി. അങ്ങനെ ഫാദർ ചർച്ചിലേക്ക് പോകും, കുർബാന കൊടുക്കാനൊക്കെ ആയിട്ട് പോകും. അവളെ അങ്ങ് ശ്രദ്ധിച്ചില്ല, കാരണം വെച്ചാല് അവളെ എപ്പോഴും ഓരോ വിശേഷം പറയാനാണല്ലോ എന്ന് വിചാരിച്ച്. തിരിച്ച് ഫാദർ വരുമ്പോ അറിയുന്ന വാർത്ത ഇവള് ഹാങ് ചെയ്തു, സൂയിസൈഡ് ചെയ്തു. അവളെന്തോ നോട്ട് ഫാദറിന് എഴുതി വെച്ചിട്ടാണ് അവള് ഹാങ് ചെയ്തത്. അതായത് അവൾക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലല്ലോ. അവൾ അന്ന് ആദ്യമായിട്ട് മെൻസ്ട്രേഷൻ പീരിയഡ്സ് ആയി. ഇതെന്താന്ന് ഇവൾക്ക് അറിയില്ല. ഇവള് നോക്കുമ്പോ ഇവളുടെ 2 കാലിന്റെയും ഇടയിലൂടെ നിറയെ ബ്ലഡ് പോവുക. ഇവള് കരുതി ഇവൾക്ക് എന്തോ മാറാരോഗം സംഭവിച്ചു. പേടിച്ചപ്പോ ഇവള് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഫാദറിനോടാണല്ലോ. അപ്പൊ ഫാദറിനോട് പറയാൻ വേണ്ടിയിട്ട് ഓടി വന്നതായിരുന്നു. പക്ഷെ ഫാദർ ഈ സാധാരണ അവൾ എന്തോ വിശേഷം പറയാനാന്ന് വിചാരിച്ച് അത് കേൾക്കാൻ നിന്നില്ല. തിരിച്ചു വന്നിട്ട് കുർബാന കഴിഞ്ഞ് ഇത്രയും ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യാണല്ലോ എന്ന് വിചാരിച്ച് ഫാദറിന് ഭയങ്കരമായിട്ട് ഒരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ടാവുക. നടന്ന കഥ കേട്ടോ. ഗിൽട്ടി ഫീലിംഗ് ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ബ്രിട്ടനിൽ നടന്നു. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു സൂയിസൈഡ് പ്രിവെൻഷൻ, അതായത് ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന വ്യക്തികൾക്ക് അവരെ കേൾക്കാൻ പലപ്പോഴും ആരും ഉണ്ടാവാറില്ലല്ലോ. അവരെ കേൾക്കാൻ വേണ്ടിയിട്ടൊരു ഓർഗനൈസേഷൻ വേണം.
അതിന് വേണ്ടിയിട്ട് പിന്നെ ഫാദർ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി, ഒരു വോളണ്ടിയർ സർവീസ് പോലെ. അങ്ങനെ ഒരു വേൾഡ് വൈഡില് ഒരു ബീഫ്രണ്ടിങ് ആ ഒരു ടൈമിൽ കേൾക്കുന്ന സമയത്ത് ബി എ ഫ്രണ്ട് അത്രയേ ഉള്ളൂ. രണ്ടുപേരെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരൊന്നുമല്ല. ഇതിന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ട് വരുന്ന ആളുകളെ എല്ലാം ചേർത്തിട്ട് ഒരു ബീഫ്രണ്ടിങ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബീഫ്രണ്ടിങ് ഓർഗനൈസേഷൻ ബ്രിട്ടൻ പിന്നെ പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആയി തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുമായി, നമ്മുടെ കേരളത്തില് ബീഫ്രണ്ടിങ് സെന്റേഴ്സ് കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, എറണാകുളത്തുണ്ട്, പറവൂരുണ്ട്, പിന്നെ പാലായിലുണ്ട്. ഇത്രയും സ്ഥലങ്ങളില് കേരളത്തിലുണ്ട്. അതില് പറവൂരുള്ള ബീഫ്രണ്ടിങ് സെന്ററിൽ ഞാൻ വോളണ്ടിയർ ആണ്. ഒരു 4 years ഞാൻ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഇപ്പം അത്ര ആക്റ്റീവ് അല്ല, എന്നാലും ഇടയ്ക്ക് ഞാൻ പോകും. കാരണം ഇപ്പം വീടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഇത്തിരി ദൂരമുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഒരു ബീഫ്രണ്ടിങ് സെന്റർ ഇപ്പോഴും വളരെ ആക്റ്റീവ് ആയിട്ട് നടക്കും. അതൊരു കഥ. പിന്നെ വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം തന്നെ അമേരിക്കയിൽ സംഭവിച്ചതാണ്. ഇത് ബ്രിട്ടനിലാണെങ്കിൽ ഇത് അമേരിക്കയിൽ നമുക്കറിയാം, യൂറോപ്യൻ കൺട്രീസിലൊക്കെ സ്കൂളുകളില് കുട്ടികൾക്ക് ഓരോ ക്യാബിൻ ഉണ്ടാകും അല്ലെ. നമ്മുടെ സ്കൂളുകളിലൊന്നും അങ്ങനെ ആയിട്ടില്ല. ഒരു ഷെൽഫൊക്കെ ആയിരിക്കും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത്, എല്ലാവരുടെയും കൂടെ അവിടെ ആയിരിക്കും. ഇവിടെ ഓരോ കുട്ടിക്കും ഓരോ ക്യാബിൻ ഉണ്ടാവും. ഇവന്റെ ബിലോങ്ങിങ്സ് എല്ലാം അതിനകത്ത് വെക്കാം. ലൈക്ക് ബുക്സ്, ബാഗ്, പിന്നെ സ്പോർട്സിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അവരുടെ ക്യാബിനിൽ സൂക്ഷിക്കാം. ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ ക്യാബിനകത്തുനിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, കൊച്ചുകുട്ടിയല്ലേ, അവൻ ഇങ്ങനെ താങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ക്യാബിൻ എംപ്റ്റി ചെയ്ത് അതിനുള്ള സാധനങ്ങളെല്ലാമായിട്ട് ഇങ്ങനെ വരുമോ. അപ്പോ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അവൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ കയ്യിൽ നിന്ന് കുറെ സാധനങ്ങൾ താഴെ പോകും. അപ്പൊ ഓപ്പോസിറ്റ് ഇവന്റെ തന്നെ സ്കൂളിലെ ഒരു സീനിയർ കുട്ടി, 9th പഠിക്കുന്ന ഒരു കുട്ടി ഇത് കണ്ടുകൊണ്ട് വരും. അവൻ ഓടി വന്ന് ഇവനെ ഹെൽപ്പ് ചെയ്യും. അവരന്ന് ആദ്യമായിട്ട് കാണും കേട്ടോ. ഇവനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഏകദേശം ഒരു 10 minutes നടന്നാലാണ് ഈ നമ്മുടെ കൊച്ചുകുട്ടി, 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ എവിടെ കൊണ്ടുപോകാന്നിരിക്കുന്നു, വീട്ടിലേക്ക് പോവാന്ന് പറയും. അത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും ഈ സാധനങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഏകദേശം ഒരു 10 minutes ഇവരിങ്ങനെ നടന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇവര് ഭയങ്കര ക്ലോസ് ആയി. സീനിയർ ജൂനിയർ ആണെങ്കിലും ഒരു വളരെ ക്ലോസ് ആയി. പിന്നെ അവര് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയി മാറുവാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ഈ 8ാം ക്ലാസ്സുകാരൻ കുറേ പഠിച്ച് അവൻ ലോകം അറിയുന്ന ഒരു ട്രെയിനറായി മാറി. ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്, ഒരു പബ്ലിക് സ്പീക്കർ. അങ്ങനെ ഇവനിങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്ന സമയത്ത് ഒരു ദിവസം ഈ ഒരു കഥ, ഈ ഒരു ഇൻസിഡന്റ് പറയുവാണ്. ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയ കഥ. അവന് ഫ്രണ്ട്സ് ഒന്നുമില്ല അങ്ങനെ. അപ്പൊ അവൻ അന്ന് ആദ്യമായിട്ട് ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടിയത് അവൻ ഇങ്ങനെ ഷെയർ ചെയ്യാണ്. ആക്ച്വലി ഇവന്റെ പാരന്റ്സ് ഭയങ്കര വഴക്കാണ്. ദിവസവും അവൻ ഇവരുടെ വഴക്ക് കണ്ടാണ് ഈ വളർന്നത്. അവന് ഭയങ്കര സങ്കടമാണ്. അപ്പൊ അവർക്ക് വഴക്കിടാനേ നേരമുള്ളത് തന്നെ. അവന് വേണ്ടുന്ന കെയറോ സ്നേഹവും അഫക്ഷനും ഒന്നും അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവൻ ഓർക്കുവാണ് ആ ഒരു 8ാം ക്ലാസ് അഡോളസെന്റ് ആയല്ലോ, കൗമാരക്കാരനായല്ലോ, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കണേ, എന്റെ ലൈഫ് ഒന്ന് എൻഡ് ചെയ്യാം എന്ന് കരുതി അന്നേ ദിവസം അവൻ ഇതെല്ലാം താങ്ങിയെടുത്തോണ്ട് പോയില്ലേ, അന്നേ ദിവസം വീട്ടിൽ ചെന്ന് സൂയിസൈഡ് ചെയ്യാന്ന് പ്ലാൻ ചെയ്താണ് അവൻ അന്ന് സ്കൂളിൽ വരുന്നത്. അപ്പൊ അവൻ ഓർത്തു, എന്റെ ക്യാബിനിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എംപ്റ്റി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് ഉപയോഗിക്കാമല്ലോ, ഞാൻ എന്തായാലും മരിച്ചു പോകാൻ പോവാ, അപ്പൊ പിന്നെ ഈ സാധനങ്ങൾ അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി എംപ്റ്റി ആക്കുന്ന സീനായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. പക്ഷെ അവൻ ഈ തീരുമാനം മനസ്സിലെടുത്ത് ഇങ്ങനെ വന്ന് എംപ്റ്റി ആക്കി വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോഴാണല്ലോ ഇവന് ഒരു ഫ്രണ്ടിനെ കിട്ടുന്നത്. അപ്പൊ ആ 10 minute അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ ഇനി എന്തും പറയാൻ ഒരു സുഹൃത്തിനെ കിട്ടിയല്ലോ. അങ്ങനെ അവൻ സൂയിസൈഡ് ചെയ്യുക എന്നുള്ള അവന്റെ തീരുമാനം മാറ്റി. അവന്റെ ലൈഫിലെ ആ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അവനെ കേൾക്കാനും അവനെ കെയർ ചെയ്യാനും ഒരു സുഹൃത്തിനെ കിട്ടിയത്. അപ്പൊ അത് ഇങ്ങനെ പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുന്ന സെഷനിൽ ഇങ്ങനെ പറയട്ടെ, അപ്പൊ നമുക്കൊക്കെ എത്ര വെൽത്തി ആണ് അല്ലെങ്കിൽ കുറെ സൗഭാഗ്യങ്ങൾ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കേൾക്കാനായിട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഭാഗ്യം എന്ന് തോന്നുന്നത്. എന്ന് നിങ്ങൾ തന്നെ ശരിവെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ 2 ഇൻസ്റ്റൻസ്. അപ്പൊ ഇതുപോലെ എത്രയോ പേരുണ്ടാവും, എത്രയോ പേര്. ഓക്കെ, അപ്പൊ ഇത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നത് ഇതുപോലെ
അത് നമ്മള് എവിടെയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാല് ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നുണ്ടാവില്ലായിരിക്കും ഒരു പക്ഷേ. നിങ്ങൾക്ക് അറിയാവുന്നിടത്തൊക്കെ ഇടപെടാൻ പറ്റുന്നിടത്ത് നിങ്ങൾക്ക് ഇടപെടാം. ഓക്കെ. അപ്പൊ ഇതിന്റെ 7 തീംസ് അതായിരുന്നു. ലോങ് ടേം റിക്കവറിക്ക് 3 ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, പിന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആവശ്യമുള്ള ആളുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാകും, അതും ആണ് നെക്സ്റ്റ്. അവരെന്തൊക്കെ സിംറ്റംസ്, ഫിസിക്കൽ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെ സിംറ്റംസ് അവരിലുണ്ടാകും. ചിലര് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന കാണാം, ഷേക്കിങ്. ചിലർക്ക് ഭയങ്കര തലവേദനയായിരിക്കും, ഹെഡ് ഏക്സ്. പിന്നെ എപ്പോഴും ടയേർഡായിട്ട് കാണും, വിശപ്പില്ലായ്മ, പിന്നെ അവിടെ ഇവിടെയൊക്കെ പെയിൻ ഉള്ളതായിട്ടൊരു ഫീൽ ആയിരിക്കും. പിന്നെ ചിലര് കരയും, ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരിക്കും, പെട്ടെന്ന് കരയും, എപ്പോഴും സാഡ് ആയിട്ടിരിക്കും, ഡിപ്രസ്ഡ് മൂഡായിരിക്കും. പിന്നെ ചിലർക്ക് ഭയങ്കര ആൻസൈറ്റി, ഫിയർ, പേടി ഉണ്ടാവും. പിന്നെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കില്ല എന്തോ മോശം കാര്യം സംഭവിക്കാൻ പോകുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഉണ്ടാവും. ഇൻസോംനിയ, ഉറക്കക്കുറവ്, ചിലർ ഉറങ്ങാതിരിക്കും. പിന്നെ നൈറ്റ് മെയർസ്, അതായത് ദുസ്വപ്നങ്ങൾ കാണും, സ്വപ്നം കണ്ടിങ്ങനെ ഞെട്ടി ഞെട്ടി എണീക്കും. പിന്നെ ചിലര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും. പിന്നെ ഇതുപോലെ ആങ്കർ, ദേഷ്യം വരും. പിന്നെ ഗിൽട്ട്, ഷെയിം. നമ്മള് കേട്ടിട്ടില്ലേ, ആക്സിഡന്റ് പറ്റിയിട്ട് ചിലപ്പോൾ ഡ്രൈവർ മാത്രം രക്ഷപ്പെടും, ബാക്കി എല്ലാവരും മരിക്കും. പിന്നെ അയാളുടെ ഒരു അവസ്ഥ, മറ്റുള്ളവരെ ഒന്നും സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഗിൽട്ടി, ഒരു ഷെയിം. നമ്മള് ആലപ്പുഴ കേട്ടു മെഡിക്കൽ സ്റ്റുഡൻസ് മരിച്ചത്, അതില് ഒരാളും ഒരു കുട്ടി രക്ഷപ്പെടുക എന്തോ ചെയ്തു, ആ കുട്ടിയുടെ മാനസികാവസ്ഥ. അവർക്കെല്ലാം അങ്ങനെ വരുന്നവർക്കെല്ലാം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വരും. പിന്നെ പലപ്പോഴും കൺഫ്യൂഷൻ, ഇമോഷണലി ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ എന്താ പറയാ, അവർക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാകാത്ത രീതിയിലുള്ള അവസ്ഥ. പിന്നെ ചിലരും ഒന്നും അനങ്ങേയില്ല, ഒരു മൂലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും, കുളിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഡ്രസ്സ് മാറില്ല, ഉറങ്ങില്ല, അങ്ങനെ ഇങ്ങനെ. ചിലപ്പോ ഇരുട്ടായാൽ ലൈറ്റ് പോലും ഇടില്ല, അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടില്ല, റെസ്പോണ്ട് ചെയ്യില്ല, സംസാരിക്കില്ല, ഫോൺ വിളിച്ചെടുക്കില്ല. ഡിസോറിയന്റേഷൻസ്, സ്ഥലകാലബോധം നഷ്ടപ്പെടുക, അല്ലെ? പേരറിയില്ല, ഇപ്പൊ എവിടെയാന്നറിയില്ല, മുമ്പിലും നിൽക്കുന്നത് ആരാന്നറിയില്ല, ചിലപ്പോ സ്വന്തം മക്കളെ തിരിച്ചറിയാതിരിക്കുക, ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് അങ്ങനെ തിരിച്ചറിയാതിരിക്കുക. ഇങ്ങനെയുള്ളതൊക്കെയാണ് അവരുടെ ഒരു ലക്ഷണങ്ങൾ, അവരിങ്ങനെ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകുമ്പോൾ. അങ്ങനെ 2 കേസസ് വന്നതും കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ, കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാള് ഒരു ബിസിനസ്സുകാരനാണ്, ഇങ്ങനെ വന്നിട്ട് ആദ്യം അങ്ങ് പറയുവാണ്, എന്റെ ബിസിനസ്സിൽ എനിക്ക് നഷ്ടം സംഭവിച്ചു, ആദ്യമായിട്ടാണ് നഷ്ടം സംഭവിച്ചത്, സോ എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാ എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട്? പുള്ളി വീട്ടിലുള്ളവരുടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും പറയാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ബിസിനസ്സിലെ നഷ്ടം, അത് കാരണമാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ബിസിനസ്സിൽ നഷ്ടം വന്നു, അപ്പൊ ഞാൻ സൂയിസൈഡ് നമുക്ക് വാക്കുമായിട്ട് കണക്ട് ചെയ്ത് ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ബിസിനസ്സിൽ നഷ്ടം വന്നത് വൈഫിനോട് പറഞ്ഞു, ഇല്ല പറഞ്ഞിട്ടില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാ, ഇങ്ങനെ തന്നെ അയാൾ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, ബിസിനസ്സിലെ ആ ഒരു പ്രശ്നം വൈഫിനോട് ഷെയർ ചെയ്തോ? ഇല്ല പറഞ്ഞിട്ടില്ല. അയാൾ വീണ്ടും ഇത് തന്നെ സൂയിസൈഡ് ചെയ്യുന്ന കാര്യം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. അയാൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിലാണെന്ന് മനസ്സിലായി. വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളുടെ കാര്യവും കുട്ടികളുടെ കാര്യവും അയാളുടെ പാരന്റ്സിന്റെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം നോക്കി ഭംഗിയായി എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സാധു സ്ത്രീ, നിഷ്കളങ്കയായ സ്ത്രീ. വീണ്ടും അയാൾ ഇത് തന്നെ പറയുന്നു, ഞാൻ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. വൈഫിനോട് പറഞ്ഞു ഒരു 5-6 തവണയായി. അങ്ങനെയായി വൈഫിനോട് പറഞ്ഞു എന്നുള്ള സൂയിസൈഡിന്റെ കാര്യമല്ല, ബിസിനസ് നഷ്ടം വന്ന കാര്യം വൈഫിനോട് പറഞ്ഞു. ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ പലതവണ ഞാൻ വൈഫിനോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ അയാൾ വന്ന്, എന്നാ വൈഫിനോടൊന്ന് സംസാരിക്കാല്ലേ? ഞാൻ പറഞ്ഞാ ശരി, സംസാരിച്ചിട്ട് 2 പേരും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഇയാള് പോയി. പിറ്റേ ദിവസം 2 പേരുമായിട്ട് വന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. പറഞ്ഞു ഞാൻ വൈഫിനോട് സംസാരിച്ചു, അപ്പം
അവള് പറഞ്ഞു നമുക്കിത് മാനേജ് ചെയ്യാലോ. അവൾക്ക് ബിസിനസ് പറ്റി ഒന്നും അറിയില്ല, കാരണം ഇയാള് വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അവര് വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ ബിസിനസ് എന്താ അയാള് ബിസിനസ്സിൽ അയാൾക്ക് എന്തൊക്കെയാണ് ചെയ്യണേ എന്ന കാര്യങ്ങളൊന്നും വൈഫിന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഇയാളെ നഷ്ടം വന്നു എന്നുള്ളത് അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു അതിനെന്താ, നമുക്കത് എങ്ങനെയെങ്കിലും ആ നഷ്ടം നികത്തി പഴയതുപോലെ ബിസിനസ് നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. വലിയ നഷ്ടമൊന്നും അല്ലല്ലോ വന്നത്. അയാൾക്ക് ആദ്യമായിട്ട് സംഭവിച്ച കാരണമാണ് അയാളെ സൂയിസൈഡ് ടെൻഡൻസി വന്നത്. അയാൾക്ക് ആരോടും പറയാൻ വയ്യ, കാരണം സുഹൃത്തുക്കളോട് പറയാൻ പറ്റിയ സുഹൃത്തുക്കളില്ല. കാരണം സുഹൃത്തുക്കൾ നിനക്കോ നഷ്ടോ ആ രീതിയിൽ ചോദിക്കുന്ന സുഹൃത്തുക്കളാണ്. വൈഫിനോട് പറഞ്ഞാലും ചിലപ്പോ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലായില്ലെന്നോ എന്ന് വെച്ചിട്ടാണ് അയാൾ പറയാതിരുന്നത്. അങ്ങനെ അവരിപ്പോ നല്ല ഹാപ്പി ആയിട്ട് കഴിയും. അതൊരു ഇൻസിഡന്റ്. വേറൊരാള് വന്നത് അത് പക്ഷെ എന്തായിന്ന് എനിക്കറിയില്ല. മറ്റേത് നമുക്ക് അവര് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു, അത് ക്ലോസ് ചെയ്തങ്ങ് പോയി. ഒരു യുവാവ് ഒരു 30+ അത്ര ഉണ്ടാവുമായിരിക്കും, കൂടെ സുഹൃത്തും ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. വന്ന് എന്റെ മുന്നിൽ ഇങ്ങനെ ചെയറിലിരുന്നു. അപ്പൊ മേശപ്പുറത്ത് ഇതുപോലൊരു പേന ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ഈ പേന കയ്യിലെടുത്തു. ഞാൻ രണ്ടുപേരും കൂടി ഇരുന്നപ്പോ ഞാൻ ജനറലി അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, എവിടെന്നാ വരുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്നാൽ സുഹൃത്ത് പുറത്തിരിക്കട്ടെ, നമുക്ക് സംസാരിക്കാം എന്ന് ഇയാളോട് പറഞ്ഞു. ഇയാൾക്ക് വേണ്ടിയേ വന്നത്. അയാളൊന്ന് വേണ്ട മാഡം, അവൻ ഇരുന്നോട്ടെ, അവൻ ഇരുന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ അങ്ങ് സംസാരിച്ച് ചെന്നപ്പോഴാണ് ഇയാൾ പറയുന്നത് അയാൾക്ക് ജോലികൾ ചെയ്യണമെന്നുണ്ട്. അതായത് സ്വിഗ്ഗി ഡെലിവറി ചെയ്യണമെന്നുണ്ട്, യൂബർ ടാക്സി ഓടിക്കണമെന്നുണ്ട്, നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അയാൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പേന കയ്യിലെടുത്തിട്ട് എന്നോട് പറയുവാണ് ഇതിങ്ങനെ കയ്യിലിരിക്കുമ്പോ, ഈ പേന ഇങ്ങനെ കയ്യിലിരിക്കുമ്പോ എനിക്ക് ഈ പേന വെച്ചിട്ട് എന്റെ മുന്നിലിരിക്കുന്ന ആളെ ഉപദ്രവിക്കണം എന്ന് എനിക്കിങ്ങനെ തോന്നുമോ. അതായത് ഞാനോ ആരിരുന്നാലും അവരെ എനിക്ക് ഉപദ്രവിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ചെയ്യുമെന്നൊരു, അയാൾ ഇതുവരെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ചെയ്യുമെന്നൊരു ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ സുഹൃത്തിനോട് എന്റെ അടുത്തിരിക്കാൻ പറയണേ. അഥവാ ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്താൽ അവൻ എന്നെ അതിൽ നിന്ന് പിന്തിരിക്കുമല്ലോ. അപ്പൊ മാമിനെ ഞാൻ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനോട് അടുത്തിരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ അയാൾ ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. യൂബർ ടാക്സിയിൽ അയാള് പാസഞ്ചറുമായിട്ട് പോകുമ്പോൾ ഈ പാസഞ്ചറെ അയാൾ ഉപദ്രവിക്കുമോ എന്ന് ഇയാൾക്കൊരു ടെൻഷൻ. അതുകൊണ്ടാണ് യൂബർ ടാക്സി ഓടിക്കാൻ പോകുന്നത്. സ്വിഗ്ഗിയുമായിട്ട് ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ എവിടെയാണോ ഡെലിവറി ചെയ്യുന്നത് ആ വീട്ടുകാരെ അല്ലെങ്കിൽ അവരെ ഞാൻ ഉപദ്രവിക്കുമോ എന്ന് എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ടാണ് ഞാൻ ആ പണിക്കും പോവാത്തത്. അങ്ങനെ സംസാരിച്ച് വന്നപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അയാള് വളരെ ആത്മാർത്ഥമായ ഒരു പെൺകുട്ടിയെ സ്റ്റേജിലുണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയി. അത് അയാൾക്ക് ഭയങ്കര ഷോക്കായി. അതിനുശേഷമാണ് അയാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം. അപ്പൊ എനിക്ക് മനസ്സിലായി സൈക്കാട്രിക് ഡിസോർഡർ ആണ് ആള്. കാരണം എനിക്ക് അവരെ കേൾക്കാൻ മാത്രമുള്ള കഴിവ് എനിക്കുള്ളൂ, അല്ലാണ്ട് എനിക്ക് അവർക്ക് തെറാപ്പി ചെയ്യാനോ മെഡിസിൻ കൊടുക്കാനോ ഞാൻ അത്ര പ്രൊഫഷണലി ക്വാളിഫൈഡ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഡോക്ടറെ കാണണം, ഒരു സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയുക. അത് മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും, അത് കറക്റ്റ് ആയിട്ട് കഴിക്കുക, ഫോളോ അപ്പ് ചെയ്യുക, ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. അപ്പൊ അയാൾ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി, എനിക്കും തോന്നി എനിക്ക് എന്തോ മരുന്ന് കഴിച്ചാലേ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. അയാൾക്ക് ആ ഒരു ബോധമുണ്ട്. അപ്പൊ അത് കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അങ്ങനെ അയാൾ പോയി. പക്ഷെ പിന്നെ ഞാൻ അയാളെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സെന്ററിൽ വന്നോന്നോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഭയങ്കര വിചിത്രമായി തോന്നും ചില ആളുകളുടെ ഒരിത്. പിന്നെ ഇപ്പൊ കേൾക്കുമ്പോ വിചാരിക്കും ഒരു അയാളുടെ ഫ്രണ്ട് അതായിരുന്നു പറഞ്ഞത്, ഒരു പെണ്ണിട്ടിട്ട് പോയെന്ന് വിചാരിച്ചു നീ ഇങ്ങനെയൊക്കെ ചെയ്യാമോ. ബട്ട് ഓരോരുത്തർക്കും അവരുടെ സങ്കടം എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. അല്ലാണ്ട് ഒരാള് അതിനെ വളരെ കൂളായി മാനേജ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വേറൊരാൾ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ എനിക്കൊരു ടെൻഷൻ വന്നു, ഞാൻ അതിൽ നിന്ന് റിക്കവർ ആവാൻ ചിലപ്പോ 3 months എടുത്തിട്ടുണ്ടാവും. അതേസമയം നീതു ചിലപ്പോ ഒരു 1 week കൊണ്ട് വളരെ കൂളായി അതിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടാവും. ഇനി സജിത ചിലപ്പോ 2 weeks എടുത്തിട്ടുണ്ടാവും. അത് നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടവും ഫിയറും അതിന്റെ ഇന്റൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഒരേ സംഭവം തന്നെ, ഒരേ പേടി തന്നെ പലർക്കും ഉണ്ടാവും. പക്ഷെ പലരുടെയും ആ പേടിയുടെ ഒരു ഇന്റൻസിറ്റി വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്തു നിനക്ക് എന്താ ചെയ്തു അങ്ങനെ ഒരു രീതിയിലും ആരോടും പറയരുത്.
എനിക്ക് പറ്റി, ഞാൻ ഇതിലും വലിയ പ്രശ്നം വന്നിട്ട് ഞാൻ വളരെ കൂളായി നടക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരാളോട് പറയരുത്. അവരുടെ പ്രശ്നം നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അവരുടെ പെയിൻ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഇതെന്തേ പറയണേ, ഇവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഞാൻ കൂളായി നടക്കും. അങ്ങനെയല്ല. ഓരോരുത്തരുടെയും ഫിയർ എന്ന് പറയണത് അത് ഓരോരുത്തർക്കും ഉള്ളതാ. അത് മാനേജ് ചെയ്യുന്നത് അവനവന്റെ മെന്റൽ ഹെൽത്ത് തന്നെ. അവിടെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് മാനേജ് ചെയ്യുമായിരിക്കും. അപ്പൊ ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് ഇയർ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായല്ലോ എന്താണ്, എങ്ങനെ നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായില്ലേ? എങ്ങനെ PFA പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെ ആളുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യണം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇനി ഒന്ന് ശ്രദ്ധിക്കും. ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല തിരക്കിനിടയ്ക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒന്ന് മൂടി ആയിട്ടായിരിക്കും. ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വീട്ടിലെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ ആരെങ്കിലൊക്കെ വേറെ വീട്ടിലുണ്ടെങ്കിൽ അവര് ചില സമയത്ത് ഒന്ന് ഡൗൺ ആയാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അവരോട് ചോദിക്കുക, അവരെ കേൾക്കുക. ഒക്കെ നല്ലൊരു ഇതാണ്. ആ ഒരു നമ്മളുടെ ഒരു ഫേസ് ആ ഒരു വെൽക്കമിങ് രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അവര് നമ്മളോട് എല്ലാം തുറന്നു പറയും. ഹസ്ബൻഡിന്റെ അച്ഛനാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അച്ഛനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്പം കുറവാണ്. അച്ഛൻ എല്ലാവരുമായിട്ട് അങ്ങനെയാണ് കേട്ടോ. ബട്ട് ഈ ഒരു സുഖമില്ലാതെ വന്നപ്പോ ഇവൻ അമ്മയോട് പറയുന്നതിലും കൂടുതൽ അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, കാണുമ്പോഴേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കാര്യം ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് നൈറ്റ് അമ്മ കൂടി ഇരിക്കുമ്പോഴും ഞാൻ ഒരാൾക്കല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ പോയി അവിടെ എത്തുമ്പോഴേക്കും ഫുൾ പറയും, ഇതായിരുന്നു ഇന്നത്തെ ദിവസം ഇത്ര ഭക്ഷണം കഴിച്ചുള്ളൂ, ഞാൻ വോമിറ്റ് ചെയ്തു, എനിക്ക് മോഷൻ പോകുന്നില്ല, യൂറിൻ കുറേശ്ശേ പോകുന്നുള്ളൂ. അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കൊന്ന് ചാരി ഇരിക്കണം. അപ്പൊ ചിലപ്പോ അതായിരിക്കും. ഇപ്പൊ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോഴും നമുക്ക് അവരുടെ ഫേസ് കാണുമ്പോഴേക്കും നമ്മള് ചില കാര്യങ്ങൾ അവരോട് ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആവൂലേ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല. ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് തോന്നും യെസ്, നമുക്കൊരു ഒരു വാം ഒരു വെൽക്കമിങ് സ്മൈലോ അവരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴേക്കും അങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഞാൻ അധികം സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ കേൾക്കുമായിരുന്നു പണ്ട് തുടങ്ങിയ ആളുകളെ. പിന്നെ ഇടപെടല് വളരെ കുറവായിരുന്നു. മോണ്ടിസോറി ഇത് പഠിച്ചതിന്റെ ആ ഒരു കോഴ്സിലൂടെ കടന്നുപോയി കഴിയുമ്പോഴേക്കും ഞാൻ ഇടപെടുന്നത് ഒന്ന് കൂട്ടി. മീൻസ് നമുക്ക് ഇടപെടാൻ പറ്റുന്നിടത്ത് എനിക്കെന്ത് കാര്യം അവരോട് പറയാനുള്ള ചിന്തയെ മാറി. നമുക്ക് പറ്റും, നമ്മൾ പറഞ്ഞാൽ കേൾക്കും, നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യും എന്നുള്ളിടത്ത് ഡെഫിനറ്റ്ലി ഇടപെടുക തന്നെ ചെയ്യും. അപ്പോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞാൻ നൈറ്റിലേക്ക് തന്നെ റീഷെഡ്യൂൾ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് പോയിട്ടുണ്ട്, അതിനി എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ ഞാൻ ½ കൂട്ടി 1.5 hours ആയിട്ട് അങ്ങനെ എടുക്കാം. 8:30 ക്ലാസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ മെസ്സേജ് തരാതിരുന്നത്, 1/2 മണിക്കൂർ കൂടുതൽ എടുക്കാന്ന്. പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് പോയി കഴിഞ്ഞപ്പോഴാണ് ആ ബാച്ചിന് ഇല്ല എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഓർത്തു 1 hour മതി. കാരണം 1 hour ആകുമ്പോൾ നമുക്ക് കുറച്ച് അറ്റൻഷൻ സ്പാൻ കറക്റ്റ് ആയിരിക്കും. ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈം ആകുമ്പോൾ കുറച്ചധികം പേര് കാണുന്നത്, പകല് ഓഫീസിലൊക്കെ പോണവരൊക്കെ കയറുന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ട് മാം. ഞാനാണ് ശ്രുതി. ഇന്ന് മാം എടുത്തത് ക്ലാസ് എന്നേക്കാളും കുറെ പുതിയ കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ ഇനി ഒരാളോട് പെരുമാറണം, ആർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഏതൊക്കെ സമയത്ത് എന്നുള്ളത് അറിഞ്ഞ് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞു. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മാം. മാം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ പേരുടെ നമ്മൾക്ക് ആ സമയത്ത് എനിക്ക് കുറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാദറിലേക്കും ഒക്കെ പറ്റിയിട്ടുമുണ്ട്. എനിക്ക് മാം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇതിപ്പോ ക്ലാസ്സിലുള്ള കുറെ പേരും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് നമുക്കിതൊരു നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കായിട്ട് തോന്നി. ഇനിയും ഇത് മാം കുറച്ചും കൂടി ബ്രീഫായി പറയുമ്പോൾ ഞങ്ങൾ ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായി പഠിക്കും. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ കറക്റ്റായി കൊടുക്കണം പ്രോപ്പറായിട്ട് എന്നുള്ളത് പഠിക്കും. താങ്ക് യു മാം. ഓക്കെ, ബൈ. ബൈ മാം. Okay, ma'am.